അലയ്യാന സോമമിന റമദാൻ, റമദാനിലെ നോമ്പ് എനിക്ക് ഖളാ വീട്ടാനുണ്ട്. ഫമാ അസ്തതിഉ അൻ അഖ്ളിയ ഇല്ലാ ഫീ ശഅബാൻ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് ഞാനത് മുഴുവനും വീട്ടുക എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. റമദാനിലെ നോമ്പ് എനിക്ക് ഖളാ വീട്ടാനുണ്ട്, അത് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ശഅബാനിൽ തന്നെ ഞാൻ വീട്ടുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഇപ്പോഴും ഖളാ വീട്ടാനുള്ള സഹോദരങ്ങൾ സഹോദരിമാർ വരെ നമുക്കിടയിലില്ലേ? കഴിഞ്ഞ റമദാനിൽ രോഗം വന്ന് നോമ്പ് നോറ്റില്ല. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, പിന്നീട് പിടിച്ചു വീട്ടിയാൽ മതിയെന്ന് അല്ലാഹു എക്സ്ക്യൂസ് നൽകി. പിന്നെ ഇതുവരെ പിടിച്ചിട്ടില്ല. ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ കാണാം, ആരെങ്കിലും കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാൻ എത്തിയിട്ടും നോമ്പ് വിറ്റാതിരുന്നാൽ പിന്നെ ഈ റമദാൻ എത്തുന്നതോടുകൂടി പിന്നീട് ഇനി നോമ്പ് പിടിച്ചു വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ നോമ്പിനും ഓരോ മുദ്ദു കൂടി കൊടുക്കൽ നിർബന്ധമാവും. മനസ്സിലായില്ല? കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാൻ എത്തുന്നതിന് മുമ്പായി പിടിച്ചു വീട്ടണം. പിടിച്ചു വീട്ടിയിട്ടില്ലെങ്കിൽ എന്താകും? ഈ റമദാനിന് ശേഷം പിന്നീട് നീ പിടിച്ചു വീട്ടുമ്പോ അതിനോടൊപ്പം തന്നെ എന്തുകൂടി വേണം? ഒരു പ്രായശ്ചിത്ത നിലയ്ക്ക് എന്തുകൂടി കൊടുക്കണം? ഓരോ നോമ്പിനും ഒരു മുദ്ദ്. ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ 800 മില്ലിഗ്രാം അരി കൊടുക്കണം പാവപ്പെട്ടവന്. അങ്ങനെ ഒരാൾക്ക് 10 കൊല്ലം മുമ്പുള്ള നോമ്പ് ഇപ്പൊ പിടിക്കാനുണ്ട് എങ്കിൽ അയാൾ ആ നോമ്പ് പിടിച്ചു വിട്ടുന്നതിനോടൊപ്പം 10 മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്. 10 കൊല്ലം കടന്നുപോയി, 10 റമദാൻ കടന്നു വന്നതിന്റെ പേരിൽ ഓരോ നോമ്പിനൊപ്പം 10 മുദ്ദ് കൂടി കൊടുക്കൽ നിർബന്ധമാവും.